ഒരു സമൂഹത്തിന് തങ്ങളുടെ ആരാധന ഇല്ലാതാക്കുന്ന അത് തടസ്സപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് കരയേണ്ടി വരിക അത് കേരളത്തിലാണ്. ഇന്നലെ ചില മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്. പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് BJPയുടെയും അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം, ആ പ്രകടനത്തെ തടയുവാൻ ബൈബിളും കൈകളിലേന്തി കുറച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾ അവിടെ അണിനിരന്നു. ഞങ്ങളുടെ ഞായറാഴ്ചയുള്ള ഞങ്ങളുടെ പതിവ് പ്രാർത്ഥന തടസ്സപ്പെടുത്തുവാനാണെന്ന്. അത് വലിയ രീതിയിൽ ചാനലുകാർ ഒരു BJP വിരോധം തലയ്ക്ക് പിടിച്ച ചാനലുകാർ അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുത്തു. പക്ഷെ അതിന് പിറകിലുണ്ടായിരുന്ന യഥാർത്ഥ വസ്തുതകളെ മറയ്ക്കുന്ന രീതിയിലാണ്, മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരതകളെ മറയ്ക്കുന്ന രീതിയിലാണ് ഇവർ ഇത് ചെയ്തത്. നോക്കൂ, ഒരു ചെറിയ 17 വയസ്സായ പയ്യൻ, ഒരു 17 വയസ്സായ ഒരു കുട്ടി എന്ന് തന്നെ പറയണം, ആ കുട്ടിയെ ക്രൂരമായാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ഈ ബിനു മുട്ടം എന്ന് പറയുന്ന പാസ്റ്ററുടെ നേതൃത്വത്തിൽ. ആരാധനയ്ക്ക് ഇന്ത്യയിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? എങ്ങനെയുള്ള ആരാധനയാണ് തങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസവും ആരാധനയും മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത രീതിയിൽ ഇന്ത്യയിൽ എവിടെയും അത് കൊണ്ടു നടക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അതിന് അനുവദിക്കുന്നുണ്ട്, എവിടെയും തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷെ എങ്ങനെയുള്ള ആരാധനയാണ് അല്ലെങ്കിൽ ഈ മതവിശ്വാസമാണ് തടസ്സപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് കാണുക. ഇവരുടെ തരത്തിലുള്ള ഇവർ പറയുന്ന ആരാധന സ്വാതന്ത്ര്യം ഇതാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉത്തരാഞ്ചലിലെ ഹൈന്ദവർ അവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേശിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോൻ ഒഴുകപ്പെടുക. ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും നിറയപ്പെട്ടിരിക്കുക. കർത്താവിന്റെ അത്ഭുതനാമത്തിന്റെ ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുക. ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷനെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി. ആ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരതം യേശുവിന്റേതാണ്, ഋഷികേശ് യേശുവിന്റേതാണ്. തൊട്ടു പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ്. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുതീ പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ പുറത്തു. ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ചു ഭാരതം യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. എന്തു വില കൊടുത്തും പിശാചിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കൊരുമിച്ച് മുട്ടുമടക്കാം. ഭാരതത്തിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുക. ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശ് ഉത്തരാഞ്ചൽ ഒരു കാരണത്തടിച്ചവന്റെ മറുകരണവും കാണിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള വലിയ അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള മഹത്വചനങ്ങൾ പറഞ്ഞ ഒരു പൂർവികൻ, നമ്മുടെ മാനവരാശിയുടെ ഒരു പൂർവികൻ, അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അവർ ദൈവം പുത്രൻ എന്നൊക്കെ വിശ്വാസികൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യേശു എന്നത് മഹാനായ നമ്മുടെ മനുഷ്യകുലത്തിന്റെ ഒരു പൂർവികനായി കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടെയും അദ്ദേഹത്തെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഒരു ദൈവത്തൊഴിലാളികളും ദൈവത്തൊഴിലാളികളായി തുടങ്ങിയവർ ദൈവ മുതലാളിമാരാകുന്നു. അവർ ഈ നാടിനെ തന്നെ വിലയ്ക്ക് വാങ്ങിക്കുന്ന രീതിയിൽ ചില വലിയ സമ്പന്നരായി മാറുന്നു. ദൈവത്തെ വിറ്റ് കഞ്ഞി കുടിക്കുന്ന ഇത്തരം ആളുകളുടെ തൊഴിലാണ് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കലും. എന്റെ മതമാണ് ശരി, നിന്റെ മതം തെറ്റ്, നിന്റേത് പിശാചുക്കളാണ്. നോക്കൂ, ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയി എന്നൊരു പാസ്റ്റർ പറയുകയാണ്, ഇവിടെ പാമ്പുകളെ പിശാചുക്കളെ തോൽപ്പിക്കണം, ഈ ദൈവരാജ്യം വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരെങ്കിലും ഈ കേരളത്തിലെ ഈ ഭാരതത്തിലെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഇത്തരം ആളുകളുടെ അടുത്ത് നിന്ന് ഒരിക്കലെങ്കിലും മതപരിവർത്തന ശ്രമം നേരിട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മലയാളി എന്റെ മുമ്പിൽ വന്ന് ഞാൻ മതപരിവർത്തന ശ്രമത്തിന് വിധേയനായിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും മലയാളിക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലെങ്കിലും എല്ലായിടത്തും ഇവർ ഈ ദൈവത്തെ കച്ചവടം ചെയ്തുകൊണ്ട് ഈ ഒരു മനുഷ്യനെ മടുപ്പിക്കുന്ന രീതിയിൽ, ദൈവത്തോട് പോലും വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഇവർ പ്രചരണം നടത്തുകയാണ്. മതപ്രചരണം. നിന്റേത് തെറ്റാണ്, നിന്റെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയുകയാണ്. എന്റെ വിശ്വാസം ശരിയെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കാൻ അർഹതയുണ്ട്. പക്ഷെ അപരന്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യങ്ങളെ പോലെ കടന്നു വരാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുകയാണ്. ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കലല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം.